ഹലോ ഗേയ്സ്, ഞങ്ങളിന്നൊരു സിനിമ കാണാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ മമ്മൂട്ടിൻ്റെ പടം ടർബോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. പുതിയൊരു ഹോട്ടൽ വന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഫുഡൊന്നും അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയും എൻ്റെ വൈഫിൻ്റെ ബ്രദർ ഫാമിലി ഉണ്ടായിരുന്നേ. ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടിയിട്ടാണ് ഞങ്ങൾ പോകാമെന്ന് അങ്ങനെ തീരുമാനിച്ചാണ് ഇറങ്ങിയതാണ്. ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഫുഡൊക്കെ വന്നു. മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് എന്നൊന്നും അറിയില്ലല്ലോ. ഞങ്ങളൊരു മന്തി ഓർഡർ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി കുറേശ്ശേ കഴിച്ചു നോക്കി. ഫുഡ് ഹോട്ടലിൻ്റെ ആ വലിപ്പത്തിനനുസരിച്ചുള്ള ഫുഡൊന്നുമില്ല, ഒരു ആവറേജ് ഒന്നും പറയാനില്ല. ഞങ്ങളതുകൊണ്ട് ഒരു മന്തിയിൽ അങ്ങോട്ട് ഒതുക്കി, വേറെ ഞങ്ങളൊന്നും ഓർഡറൊന്നും ചെയ്തില്ല. പക്ഷെ എല്ലാവരും കുറേശ്ശേ ടേസ്റ്റ് ചെയ്ത് നോക്കി. കാരണം അങ്ങനെല്ലാം കഴിച്ച് അങ്ങനെ എല്ലാം നിർത്തി ഞങ്ങൾ അടുത്ത തിയേറ്ററിലേക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ എല്ലാവരും കൂടി തിയേറ്ററിലേക്ക് എത്തി. അവിടെ ആകുമ്പോൾ ടർബോൻ്റെ സെക്കൻഡ് ഷോയ്ക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര എന്താ പറയുക, ത്രില്ലിംഗ് ആയിരുന്നു. അപ്പോൾ പാത്തൊക്കെ വെള്ളം കുപ്പീൻ്റെ അടുത്ത് കയ്യിലൊക്കെ പിടിച്ച് നിൽക്കുക. പാത്തൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലേക്ക് നിൽക്കുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഓഫീസിൽ പോയി ടിക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ ടിക്കറ്റ് വാങ്ങാൻ പോയി. ടിക്കറ്റൊക്കെ വാങ്ങി. പിള്ളേരൊക്കെ ഭയങ്കര ഇതിലായിട്ട് സീറ്റിലൊക്കെ ബുക്ക് ചെയ്ത് അവിടെ ഇരുന്ന് നല്ല എൻജോയ് ചെയ്യുക. കാരണം തിയേറ്ററിൽ നോക്കുമ്പോൾ ഏകദേശം ബുക്ക് ചെയ്തതിൽ തന്നെ നല്ലൊരു ആവറേജ് കയറിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കണ്ടു തുടങ്ങിയപ്പോൾ മമ്മൂട്ടിൻ്റെ സീനാണ് വന്നത്. ഫസ്റ്റ് സീൻ ഞങ്ങളെന്നെ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ത്രില്ലിങ്ങിലാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പാത്ത് ഇൻ്റർവ്യൂ ഇല്ലാകുമ്പോൾ ഒന്ന് വിളിക്കണേ ഐസ്ക്രീം കഴിക്കണം എന്നിട്ട് ഉറങ്ങിയ ആളാണ്. പിന്നെ എണീക്കണേ ഇല്ല. അപ്പോൾ അതിൻ്റെ ഉള്ള ക്ലൈമാക്സ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ആളിനെ വിട്ടു. പക്ഷെ പടം ഭയങ്കര ത്രില്ലിങ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഞങ്ങളിപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഒരു ഇൻ്റർവ്യൂവിൽ വരെയൊക്കെ ഞങ്ങളൊരു ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മളെ ബോറടിപ്പിക്കുന്നില്ല. ഇൻ്റർവ്യൂവിന് ശേഷം ഒന്നും പറയല്ല. നമുക്ക് എന്താ പറയുക, ഭയങ്കര ത്രില്ലിങ്ങാണ്. ചിലപ്പോൾ അടുത്തുള്ള ആരെങ്കിലും ഇപ്പോൾ ചവിട്ടി ഇടിച്ചു എന്ന് ചോദിച്ചു. ഞാൻ കുറേ നോക്കി പോകും. അപ്പൂസൊക്കെ ഭയങ്കര ഇടിയായിരുന്നു തന്നെ ഈ പടം കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ പടമൊക്കെ കണ്ട് ഞങ്ങൾ നല്ല എൻജോയ്മെൻറ്റ് ചെയ്തു. നിങ്ങളും പോയി കാണുക, സൂപ്പർ പടം. ഫാമിലിയായിട്ട് പോയി കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൂസൊക്കെ വേറെ ലെവലായിരുന്നു. അതേ ഇടിയാണ് നമ്മൾ പടം കണ്ടിട്ട്. അങ്ങനെ ഭയങ്കര ത്രില്ലിങ്ങായി. അങ്ങനെ ഞങ്ങൾ പടമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് അങ്ങനെ എത്തി. അപ്പോൾ നെക്സ്റ്റ് അപ്പൂസിന് മൂവിയൊക്കെ ഭയങ്കര അടിപൊളിയാണെന്നുള്ള ഒറ്റ ഇതിലാണ് നിൽക്കുന്നത്. അപ്പം നെക്സ്റ്റ് പോകാമെന്നുള്ളൊക്കെ തീരുമാനം ഒന്നുകൂടി കാണണമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീടെത്തി. എല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണണേ, സൂപ്പർ പടം. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, സീ യു.